അമ്മയും അഭിയും തമ്മിലുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നു അഭിനേക്കാളും കുറച്ചുകൂടെ ഫാൻസ് അമ്മക്കാന്ന് അമ്മ തോന്നുന്നു. പൊളിയാണ്. അമ്മയ്ക്കാണ് അമ്മയുണ്ട് ഈ പടത്തില്. അതെ അമ്മയുണ്ട്. അമ്മയുണ്ട്. എങ്ങനെയായിരുന്നു അമ്മയായിട്ടുള്ള ആ ഒരു മീൻസ് റീൽസ് ചെയ്യണമെന്നൊരു ഐഡിയ വന്ന എങ്ങനെയായിരുന്നു? റീൽസ് ചെയ്യണമെന്ന് ഐഡിയ വന്നത് കൂട്ടുകാരെ വിളിച്ചിട്ടൊന്നും വന്നില്ല. അപ്പം വിളിച്ചാൽ പെട്ടെന്ന് വരുന്ന അമ്മയെ. അങ്ങനെയാണ് അമ്മയായിട്ട് പെട്ടത്. അമ്മയെ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാലും ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ നാട് ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ എല്ലാ വീടും എൻ്റെ വീട് പോലെ തന്നെ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആ കണക്ഷൻ്റെ ഇങ്ങനെയൊക്കെ തോന്നാറ്. ഞങ്ങളുടെ ആ നാട്ടിൽ ഏത് വീട്ടിൽ പോയാലും ഇതിലും വലിയ കണക്ഷൻസാണ്. അങ്ങനെയൊക്കെ. അപ്പൊ ഇപ്പം അമ്മയാണെങ്കിൽ റീൽ ചെയ്യുന്ന സമയത്ത് അമ്മ വിളിക്കുന്ന കുറെ തെറികളൊക്കെ ഇല്ലേ, അത് നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. മേ ബി നമ്മളെ വീട്ടിൽ നടക്കുന്നോണ്ടാവും. നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, അറിയാണ്ട് നമ്മള് അതന്നെ. ഇല്ല, പക്ഷെ ഭയങ്കര രസമല്ലേ അമ്മ വിളിക്കുന്നത്? അതൊക്കെ ശരിക്ക് അമ്മ ഇന്റൻഷനലി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ അതിലും വലിയ തെറിയ വിളിക്കുന്ന? അപ്പൊ റീഷൂട്ട് പോവും, കട്ട് പോവും, പിന്നെ വീപ്പിടും, അങ്ങനെയൊക്കെയാ. ഇതില് സീനാ ഒരു ദിവസം വീട്ടിലിട്ടൊന്ന് ഫുൾ ബീപ്പായിരിക്കും. അപ്പൊ നിങ്ങള് യൂഷ്വലി അത് ചെയ്തു വരും അങ്ങനെ എത്തുന്നതാണ് അല്ലേ? അങ്ങനല്ല, നമ്മള് നോർമലായിട്ട് മറ്റേ ഷോർട്ട് തന്നെ പ്ലാൻ ചെയ്തെടുക്കുന്നേ. പിന്നെ തെറി പറയണമെങ്കിലും പറഞ്ഞു കൊടുക്കുക അവിടെ തെറി പറയണമെന്ന്. അങ്ങനെ. പക്ഷെ വീഡിയോക്കകത്ത് തെറി പറയാൻ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. കാരണം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിൽ എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യും ആള്. പക്ഷെ ഫേസ്ബുക്കിലൊക്കെ അത് പോകുമ്പോൾ അപ്പൊ കുറെ ആളുകളുണ്ടല്ലോ അങ്ങനെ, അത് അങ്ങനെ പേടിയാ. പക്ഷെ അതാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്നു അമ്മേനെ അല്ലേ? എനിക്ക് പേഴ്സണലി അതാണ് കേട്ടോ ഇഷ്ടം. അമ്മ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ എല്ലാം നമ്മുടെ ആ ഒരു പ്രായമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അമ്മയായിട്ട് തന്നെ കാണും. പക്ഷെ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ ചെല്ലുമ്പോൾ അമ്മയുടെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അവർക്ക് വേറെ കണ്ടന്റ് കൊടുക്കണം. ആക്ച്വലി മൂവിയിലോട്ട് എത്തിയത് എങ്ങനെയായിരുന്നു? ട്രാഫിക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓഡിഷൻ ത്രൂ ആണോ മൂവിയിലെത്തിയത് അതോ ഇവൻ വിളിച്ചാണ് എന്നെ. റാഫി വിളിച്ച ഫസ്റ്റ് എത്തിയ പുള്ളിയാണല്ലേ? പടം തുടങ്ങുമ്പോൾ ഇത് കൺഫേം. സീരീസ് അല്ലായിരുന്നോ? ആ സീരീസ് ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബോസ് എന്നുള്ള കഥാപാത്രം. അപ്പം അത് തന്നെ ഇതിനകത്തോട്ട് അവതരിപ്പിച്ചതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഓഡിഷൻസ് നോക്കിയ സമയത്ത് പുള്ളിയുടെ പ്രൊഫൈൽ എനിക്ക് വന്നപ്പോൾ പുള്ളി എനിക്കന്ന് കണക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു അജുക എൻ്റെ പരിപാടി ഉണ്ട്. പടാണോ? പറഞ്ഞു നിങ്ങൾക്കൊരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എന്നാമത്തെ നമുക്ക് ചെയ്യാം. പുള്ളി ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ബാക്കി രാജേട്ടനെ വിളിച്ച് പറഞ്ഞു ഒന്നും പേടിക്കണ്ട, അഭിനയിക്കുന്ന അറിയില്ല ഏട്ടാന്ന് പുള്ളി പറഞ്ഞു. ഇതിന് മുന്നേ സിനിമയിലേക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, അതിനു മുമ്പ് ഒരു പടം ചെയ്തു. ഒരു 10 കൊല്ലം മുമ്പ് തള്ളിണ്ടായിരുന്നു. ഇപ്പൊ സിനിമയിലേക്ക് ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠനത്തിൽ മുഴുകിയ കാരണം ഭയങ്കര പഠിപ്പിയാണോ? ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂവിൽ പറയാൻ വലിയ പഠിപ്പൊന്നല്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അതെന്താ പിന്നെ അന്നൊന്നും സിനിമയിൽ വരാഞ്ഞത്? അങ്ങനെയല്ല, ആരും വിളിക്കണ്ട, ആരും വിളിച്ചില്ല. അങ്ങനെയല്ല, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതായത് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് വേൾഡാണ്. നമുക്ക് ഒരുപാട് എഫേർട്ട് എടുത്ത് ഞാൻ ആദ്യം വിചാരിച്ചത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമല്ലോ അങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാൽ സിനിമയിൽ കയറാം, അതാകുമ്പോൾ പരിപാടി കൊള്ളാം, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച്. ശരിക്കും 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനത് ചിന്തിച്ച്. കാരണം നമുക്ക് ഏജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ഇൻഫ്ലുവൻസേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കറക്റ്റ് എനിക്ക് കോളും വന്ന് ഇങ്ങനെ ഇത് കിട്ടുകയും ചെയ്തു. ഇവിടെ എത്തി സിനിമയിലേക്ക് വന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു നടൻ അല്ലെങ്കിൽ ഒരു ആള് ഫേമസ് ആവുന്നത് വെറുതെ അല്ല, എഫേർട്ട് എടുത്തിട്ടാണ്. അത്രയും എഫേർട്ട് എടുക്കാണ്ട് നമുക്ക് ഇതിലൊരു പരിപാടി നടക്കില്ല. ഇപ്പോൾ 2023 തൊട്ട് 13 തൊട്ട് അജ്മൽ ഈ 26ലേക്ക് എത്തി നിൽക്കുമ്പോഴുള്ള ആ ഒരു എഫേർട്ട് എത്രമാത്രം ഉണ്ട്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഞാൻ ഓരോ കൊല്ലം കഴിയുമ്പോഴും പുതിയ ആൾക്കാർ ചെയ്യുന്ന ഓരോ റീലുകളും ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഞാൻ നിൽക്കില്ല. അവരാണ് പൊളി, അവരെ കാര്യം പഠിച്ച് അവരെ കൂടെ പിടിച്ച് പോകാന്നല്ലാണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര രസമായിരുന്നത്. ഓക്കെ, അഭി സിനിമയിൽ ഫസ്റ്റ് സിനിമയാണല്ലേ? എങ്ങനെ അമ്മയും മോനും തമ്മിൽ ഉള്ള ഒരു ഫസ്റ്റ് സിനിമ എങ്ങനെ ഉണ്ടാവും ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ ഷൂട്ടിലെ സമയത്തൊക്കെ? സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ പെയ്യെ കുറഞ്ഞ് അമ്മ വന്നപ്പോഴും അമ്മയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. പിന്നെ അങ്ങനെ കോമ്പിനേഷൻ സീനൊക്കെ അല്ല, അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. അമ്മയ്ക്ക് നല്ല റോളുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റിയതും. അങ്ങനെ പടത്തിൽ ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നത്
ഏറ്റവും വലിയ ഒരു ഫ്രെയിമിൽ ഞാനും അമ്മയൊക്കെ നിൽക്കുന്നത് കാണുന്നത് ഭയങ്കര ഹാപ്പിയാണ്, ഒരു സ്വപ്നം പോലെ. റഫീന്റെ മൂന്നാമത്തെ സിനിമയാണല്ലേ ഇത്? നാലഞ്ചെണ്ണായി. ഓക്കെ, അപ്പോൾ ഈ സിനിമയിൽ ഇപ്പം എത്തി നിൽക്കുന്ന സമയത്ത് പഴയ ക്യാരക്ടറും ഇപ്പോഴത്തെ സെയിം ക്യാരക്ടറൊക്കെ സെയിം തന്നെയാണോ? എങ്ങനെയാണ് വരുന്നതൊക്കെ? അല്ല, ക്യാരക്ടർ സെയിം അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചക്കപ്പഴം, കണിമംഗലം, അതിനുശേഷം വന്ന ഇവന്റെ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞോണ്ട്, അതായത് നമുക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ സിനിമയിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവന്റെ ഒരു കാര്യത്തിൽ എന്താ സംഭവിച്ചാൽ ഇവന് ഒരു ഡയലോഗ് പറഞ്ഞിടത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീൻ പറഞ്ഞിടത്താൽ ആ സീന് 1500 എക്സ്പ്രഷൻ ഉണ്ടാവും. ഡയറക്ടറിന് ടെൻഷൻ ആവും, ഈ ഇതിൽ ഏതെടുക്കപ്പത് അങ്ങനത്തെ എന്തൊക്കെയോ ചെയ്യും. ഇവന്റെ പിരികും കണ്ണും മുടിയൊക്കെ ചിലപ്പോൾ അനങ്ങും. എന്തൊക്കെയാ അത് വെച്ചാല് ഒരു പരിപാടി പിടിച്ച് വെച്ചോണ്ടിരുന്നതായിരുന്നു. അതായത് ചക്കപ്പഴമായാലും ഇപ്പം കണിമംഗലായാലും ഒരു ടൈപ്പ് ഓഫ് പരിപാടിയായിരുന്നു. അതിപ്പം ഇപ്പം തീപ്പെരുവിന് ചെയ്ത് സിനിമ ചെയ്തു, അതിനകത്ത് ഒരു സ്ലാങ് മാത്രം പറ്റില്ല, എന്നാൽ ക്യാരക്ടർ അത് തന്നെയായിരുന്നു. പക്ഷെ തലവര വന്നപ്പോഴത്തേക്ക് ഓൾറെഡി മാറി. തലവര വന്നപ്പോൾ പാലക്കാട് ഭാഷ വേറൊരു മീറ്ററായിരുന്നു. അതായിരുന്നു എനിക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റിയൊരു വേഷം. അതിനുശേഷം ഇപ്പോൾ കണിമംഗലം വന്നു, എന്താണെന്ന് അറിയില്ല, നോക്കാം. അല്ല, ഇപ്പം അജ്മൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറേ എക്സ്പ്രഷൻസ് ഇടുന്നു. അത് പുള്ളി ഒരു സമയത്ത് റീൽസ് ചെയ്യുമ്പോഴാണെങ്കിലും കുറേ ടൈപ്പ് ക്യാരക്ടർ ചെയ്യലുണ്ടായിരുന്നു ഇല്ലേ? കണ്ണുകൂടിയൻ അല്ലാത്തത് അങ്ങനെ കുറേ ചെയ്യുമ്പോൾ അന്ന് മറ്റേ എനിക്ക് റാഫിക്ക മറ്റേ പെണ്ണായിട്ട് ചെയ്തിരുന്നത് അന്ന് ആ സമയത്ത് ആരും ചെയ്തിട്ടില്ല. അത് ഫുള്ള് ഫസ്റ്റ് പുള്ളിയാന്ന് തോന്നുന്നു. നമുക്കായാലും ഉള്ള ബെനിഫിറ്റ് എന്തുണ്ടായെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സീൻ കിട്ടുമ്പോൾ സൈഡിൽ കൊണ്ടിട്ട് ഞാൻ ചോദിക്കാളിയാ ഇതൊന്ന് കാണിച്ചു തന്നെ. അപ്പോൾ എനിക്കുള്ള ഡയലോഗ് ഇവന്റെ രീതിയിൽ പറഞ്ഞു, ഈ എക്സ്പ്രഷനാണ് ഇവിടെ ഉണ്ട്, ഈ മൂഡാണ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇവൻ കാണിച്ചു തരും. അങ്ങനെയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് അറിയില്ല, ഇതൊന്നും അറിയില്ലല്ലോ. പക്ഷെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസിന് ഉപരി എന്താ സംഭവിച്ചാല് ഇവന് എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ നിന്നാലും ചിരി വരും, വെറുതെ ഇവനെ നോക്കി കഴിഞ്ഞാല്. ഷൂട്ടിംഗ് സമയത്തൊക്കെ ചിരികാറുണ്ട്. അതെന്ന് വെച്ചാല് എനിക്കറിയില്ല, അത് ഞാൻ ഒരാളെ കാണുമ്പോഴേ അത് അയാളുടെ മാനരസങ്ങൾ പിടിക്കാൻ നോക്കും. പണ്ടേ ഉള്ള സ്വഭാവമായിരുന്നു. ഈ റീലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ല നമ്മളിങ്ങനെ ഫേമസ് ആവുന്ന സിനിമ ഒന്നും അറിയുന്നില്ല. നമ്മൾ ഈ ജോലിക്കട പെയിന്റിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂട്ടുകാരോട് ചെയ്ത ഒരു പരിപാടി അത് പ്രേക്ഷകരെ ഏറ്റെടുത്തു, ഇങ്ങനെ സിനിമ വന്നു. പിന്നെ തലവരേക്ക് ഇറങ്ങിയ ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഞാനൊരു നടനാവുന്നുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ഇനി നല്ല നല്ല സിനിമ ചെയ്യണം, നല്ല സിനിമയുടെ ഭാഗമാവണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് ഇപ്പം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇവർ ഫ്രഷായിട്ട് വരുന്ന ആളാണ്. അതിന് മുമ്പിട്ട് ഞാൻ 2 പടം ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഈ രാജേഷ് ചേട്ടനുമായിട്ട് ഞാൻ ഈ സീരീസ് തൊട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഡയറക്ടർ എനിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ് പുള്ളി പറയണത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് ചിലപ്പോൾ ഇവർക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആദ്യമേ നരേറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു, ഇവർക്ക് ഇങ്ങനെ വരുമ്പോൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യണേ, അബിക്കൽ അർജുനായാലും ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നല്ല മിങ്കിളായി. പിന്നെ ഇവർ ചോദിക്കുമ്പോൾ എല്ലാം പുള്ളി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് കത്തിയില്ലെങ്കിൽ ഞാൻ നൈസായിട്ട് മാറ്റിയിട്ട് കളയും, ഇതാണ് പരിപാടി, ഇവരെന്ത് ചോദിക്കാൻ രണ്ടുപേരും. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനപ്പോൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്നിട്ട് ഇത് വേറെ രീതി ഇവർ പ്രസൻറ്റ് ചെയ്യും.